ഹായ് ഓൾ. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്തത് നമ്മൾ പാഡിംഗ് എന്ന് പറഞ്ഞ വിഡ്ജറ്റിനെ കുറിച്ചാണ്. ഇനി നമുക്ക് ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റാക്ക് പറഞ്ഞ വിഡ്ജറ്റിനെ കുറിച്ചാണ്. സ്റ്റാക്ക് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുക? നമുക്ക് ഒരു വിഡ്ജറ്റിൻ്റെ മുകളിൽ മറ്റൊരു വിഡ്ജറ്റ് പ്ലേസ് ചെയ്യണം. അതായത് ഒന്നിൻ്റെ മുകളിലായിട്ട് ഒരു വിഡ്ജറ്റ് പ്ലേസ് ചെയ്യണം എന്നുള്ള കേസിലാണ് നമ്മൾ സ്റ്റാക്ക് പറഞ്ഞ വിഡ്ജറ്റ് യൂസ് ചെയ്യുക. സ്റ്റാക്ക് എങ്ങനെയാണ് ഇംപ്ലിമെൻറ്റേഷൻ, സ്റ്റാക്ക് എങ്ങനെയാണ് പ്രാക്ടിക്കലി നമ്മൾ യൂസ് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. സോ അതിന് വേണ്ടിയിട്ട് ഈ ഒരു റോ ഞാൻ ഇവിടുന്ന് കളഞ്ഞു. ഈ ഒരു റോ ഇവിടുന്ന് കളഞ്ഞ് അവിടെ ഞാൻ ജസ്റ്റ് ഒരു കോളം വിഡ്ജറ്റ്, ദെൻ കോളത്തിൽ ചിൽഡ്രനിൽ ഫസ്റ്റ് ഒരു കണ്ടെയ്നർ കൊടുത്തു. ഓക്കെ, കണ്ടെയ്നറിന് ഹൈറ്റ് ഒരു 100, വിഡ്ത്ത് ഒരു 100, കളർ റെഡ്. ഓക്കെ, ദെൻ എൻ്റെ തൊട്ട് താഴെ അഗെയിൻ ഒരു കണ്ടെയ്നർ, ഹൈറ്റ് ഒരു 300, വിഡ്ത്ത് ഒരു 300, കളർ ഒരു ഗ്രീൻ കളർ. ഓക്കെ, ഇപ്പം ഇവിടെ നമ്മൾ കോളത്തിൽ നമ്മൾ കണ്ടെയ്നർ, അതായത് മൾട്ടിപ്പിൾ ചിൽഡ്രനെ നമുക്ക് കോളത്തിൻ്റെ കേസിൽ കോളത്തിൻ്റെ അകത്ത് നമുക്ക് അലൈൻ ചെയ്യാം. സോ ഇവിടെ കോളത്തിൻ്റെ കേസ് നമ്മൾ പറഞ്ഞപ്പോൾ ഫസ്റ്റ് ഒരു കണ്ടെയ്നർ, ദെൻ അതിൻ്റെ തൊട്ട് താഴെ ഒരു കണ്ടെയ്നർ. ഇനി നെക്സ്റ്റ് നമ്മളൊരു കണ്ടെയ്നർ കൊടുത്താൽ അത് നമുക്ക് ഈ ഗ്രീൻ കണ്ടെയ്നറിൻ്റെ താഴെ തന്നെയാണ് അത് പ്ലേസ് ചെയ്യുക, അല്ലേ? യെസ്, അത് താഴെ നമ്മളൊരു 50 ഹൈറ്റും 50 വെടുത്തുള്ള ഒരു കണ്ടെയ്നർ കൊടുത്തു. അത് ആ ഗ്രീൻ കണ്ടെയ്നറിൻ്റെ തൊട്ട് താഴെ പ്ലേസ് ചെയ്തു. ഇത് കോളത്തിൻ്റെ കേസാണ്. ഇനി സ്റ്റാക്കിൻ്റെ കേസ് പറയുമ്പോഴോ, സ്റ്റാക്കിൻ്റെ വിഡ്ജറ്റ് ഇവിടുന്ന് ഞാൻ ഈ ഒരു കോളം റിമൂവ് ചെയ്ത് ഇവിടെ ഞാൻ സ്റ്റാക്ക് കൊടുത്തു, ദെൻ റൺ ചെയ്തു. ഇപ്പം എന്തായത്? ഇവിടെ ഫസ്റ്റ് ഞാൻ 100 കൊടുത്തു, ദെൻ കഴിഞ്ഞിട്ട് ഒരു 50 കൊടുക്കാം. ഓക്കെ, ദെൻ ഇവിടെ ഞാനൊരു 10 കൊടുത്തു, 40, ഒരു 30 കൊടുത്തു, ദെൻ റൺ ചെയ്തു. ഇവിടെ കണ്ടില്ലേ, ഫസ്റ്റ് കൊടുത്ത വിഡ്ജറ്റാണ് ഈ റെഡ്. ദെൻ അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ സെക്കൻഡ് വിഡ്ജറ്റ്, അതായത് 50 വിഡ്ത്തും ഹൈറ്റുള്ള കണ്ടെയ്നർ പ്ലേസ് ചെയ്തു. ദെൻ അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് 30 ഹൈറ്റും വിഡ്ത്തുള്ള കണ്ടെയ്നർ പ്ലേസ് ചെയ്തു. ഡിഫോൾട്ടായിട്ട് നമുക്ക് ടോപ്പ് ലെഫ്റ്റിലാണ് സ്റ്റാക്കിൻ്റെ കേസിൽ വിഡ്ജറ്റ്സ് അലൈൻ ചെയ്യുക. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്റ്റാക്കിൻ്റെ കേസിൽ നമുക്ക് അലൈൻമെൻറ്റ് പറഞ്ഞ പ്രോപ്പർട്ടി ഉണ്ട്. അതിൽ തന്നെ അലൈൻമെൻറ്റ് ഡോട്ട് സെൻറ്റർ ഉണ്ട്, ബോട്ടം സെൻറ്റർ ഉണ്ട്, ബോട്ടം ലെഫ്റ്റ്, ബോട്ടം റൈറ്റ്, സെൻറ്റർ ലെഫ്റ്റ്, സെൻറ്റർ റൈറ്റ്, ടോപ്പ് സെൻറ്റർ, ടോപ്പ് ലെഫ്റ്റ്, ടോപ്പ് റൈറ്റ്. ടോപ്പ് ലെഫ്റ്റ് ആണ് നമുക്ക് ഡിഫോൾട്ട് ആയിട്ടുള്ളത്, ടോപ്പ് റൈറ്റ് നമ്മൾ കൊടുത്തു. ഓക്കെ, അപ്പോൾ ടോപ്പ് റൈറ്റ് വന്നപ്പോൾ മാക്സിമം ഇവിടെ ഏറ്റവും ടോപ്പ് ഹൈറ്റും വിടുത്തുള്ളത് ഫസ്റ്റ് കണ്ടെയ്നറിനാണ്. അപ്പോൾ ആ ഫസ്റ്റ് കണ്ടെയ്നറിനെ എടുത്തിട്ട് അതിൻ്റെ ടോപ്പ് റൈറ്റിലോട്ട് അലൈൻ ചെയ്തു. പിന്നെ അതിൻ്റെ തൊട്ട് താഴെ വരുന്ന കണ്ടെയ്നേഴ്സ്, മനസ്സിലായില്ലേ? ദെൻ ഇനി നമ്മളിവിടെ ബോട്ടം സെൻറ്റർ കൊടുത്താലോ, ഈ ഒരു ഇതിൽ മാക്സിമം വിഡ്ത്തും ഹൈറ്റും എത്രയാണോ വരുന്നത് ആ ഒരു കണ്ടെയ്നറിനെയാണ് അവിടെ മാക്സിമം സ്പേസ് ആയിട്ട് എടുക്കണേ. ദെൻ അതിൻ്റെ അകത്താണ് നമ്മൾ ഈ അലൈൻ ചെയ്യുന്നത്, ചേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് ഡിഫോൾട്ട് ആയിട്ട് ഏതാണ്? ഡിഫോൾട്ട് ആയിട്ടുള്ളത് ടോപ്പ് ലെഫ്റ്റ് ആണ്. ഡിഫോൾട്ട് ആയിട്ടുള്ളത് നമുക്ക് ടോപ്പ് ലെഫ്റ്റ് ആണ്. നമുക്ക് സെൻറ്റർ പറഞ്ഞിട്ടുള്ളത് കൊടുക്കാം. സോ സെൻറ്ററിൽ, അതായത് ഫസ്റ്റ് കണ്ടെയ്നർ ഈ റെഡ്, ദെൻ സെക്കൻഡ് കണ്ടെയ്നർ ഗ്രീന്, ദെൻ തേർഡ് കണ്ടെയ്നർ പിങ്ക്. അപ്പോൾ നമുക്ക് ഓരോ കണ്ടെയ്നറിൻ്റെ മുകളിലായിട്ടാണ് പ്ലേസ് ചെയ്യണേ. ഓക്കെ, സ്റ്റാക്ക് പറഞ്ഞ കൺസെപ്റ്റ് മനസ്സിലായില്ലേ? നമുക്ക് ഓരോന്നിൻ്റെ മുകളിൽ പ്ലേസ് ചെയ്യണം എന്നുള്ള കേസിൽ നമ്മൾ സ്റ്റാക്ക് പറഞ്ഞ വിഡ്ജറ്റാണ് യൂസ് ചെയ്യുക. ഇനി സ്റ്റാക്ക് പറഞ്ഞ വിഡ്ജറ്റിൽ തന്നെ നമുക്ക് പൊസിഷൻഡ് പറഞ്ഞ വിഡ്ജറ്റ് ഉണ്ട്. ഈ ഒരു 30 എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കണ്ടെയ്നറിനെ പൊസിഷൻഡ് വിഡ്ജറ്റ് വെച്ച് ഞാൻ റാപ്പ് ചെയ്തു. ദെൻ പൊസിഷൻഡിൽ പ്രോപ്പർട്ടീസ് ഉണ്ട്. ബോട്ടം ഒരു വാല്യൂ എടുത്തു, 0 കൊടുത്തു, റൈറ്റ് 0 കൊടുത്തു.
ഞാൻ റൺ ചെയ്തു. റൺ ചെയ്തപ്പോൾ എന്താ സംഭവിച്ചേ? ഇവിടെ നമുക്ക് മാക്സിമം സ്പേസ് ഏതാണ് എടുക്കുന്നത്? ഈ ഒരു ഫസ്റ്റ് കണ്ടെയ്നറിന്റെ ഹൈറ്റും വിടുത്തുള്ളതാണ് നമുക്ക് മാക്സിമം അവിടെ സ്പേസ് എടുക്കണേ. സോ ആ സ്പേസിന്റെ ബോട്ടം 0, അതായത് ഇവിടെ ബോട്ടത്തിൽ നിന്ന് 0 ഹൈറ്റ് ആണെങ്കിലും 0, റൈറ്റിൽ നിന്നും 0. അപ്പോൾ ബോട്ടത്തിൽ നിന്നും 0 ആകുമ്പോൾ നമുക്ക് ഇവിടെ വന്നെടുക്കും. ദെൻ റൈറ്റിൽ നിന്ന് 0 ആകുമ്പോൾ അത് ഇവിടെ വന്ന് പ്ലേസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഈ പൊസിഷൻഡ് പറഞ്ഞാൽ ഈ ഒരു കണ്ടെയ്നർ തന്നെ നമ്മൾ അവിടെ പൊസിഷൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓക്കെ, ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് റൈറ്റിൽ നിന്ന് ഒരു 5 കൊടുക്കാം, ഇങ്ങോട്ട് മൂവ് ചെയ്യും. കണ്ടില്ലേ? ദെൻ ഒരു 30 കൊടുത്താൽ കുറച്ച് ഇങ്ങോട്ട് മൂവ് ചെയ്യും. ബോട്ടത്തിൽ നിന്ന് ഒരു 10 കൊടുത്താൽ മുകൾക്ക് മൂവ് ചെയ്യും. അതായത് ബോട്ടത്തിൽ നിന്ന് ഇവിടുന്ന് ഈ തൊട്ട് താഴെയുള്ളതിന് ഇങ്ങോട്ടുള്ള പിക്സലിലുള്ള തൊട്ട് താഴ്ന്ന് മുകളിലോട്ടുള്ള ഹൈറ്റ് ആണ് നമ്മൾ ബോട്ടത്തിൽ 10 കൊടുത്താൽ 10 ഹൈറ്റിൽ മൂവ് ചെയ്യും. ദെൻ അതൊരു 50 കൊടുത്താൽ 50 പിക്സൽ ഹൈറ്റിൽ മൂവ് ചെയ്യും. ഓക്കെ, അപ്പോൾ പൊസിഷൻഡ് പറഞ്ഞ വിഡ്ജറ്റ് ആണ് സ്റ്റാക്കിന്റെ കേസിൽ നമ്മൾ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഡ്ജറ്റ്. ദെൻ സ്റ്റാക്ക് പറഞ്ഞാൽ നമുക്ക് ഒന്നിന്റെ മുകളിലായിട്ട് പ്ലേസ് ചെയ്യേണ്ടതാണ്. സോ അത് ഓക്കെ ആയി. അപ്പോൾ ഇതെല്ലാം നമ്മൾ എക്സാമ്പിൾസ് വെച്ചിങ്ങാണ്ട് ചെയ്ത് നോക്കണം. സോ ഇത് ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ പറഞ്ഞു തരികയാണ്. ഇതെല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സാമ്പിൾസ് വെച്ച് ചെയ്ത് നോക്കുമ്പോഴുള്ളൂ നമുക്ക് കൺസെപ്റ്റ് തറവാവുക. ഓക്കെ, ദെൻ എന്താ പൊസിഷനിൽ തന്നെ ഇപ്പോൾ ബോട്ടം റൈറ്റ് ദെൻ ഹൈറ്റ് ഉണ്ട്. ഇതിലുള്ള പ്രോപ്പർട്ടീസ് പറഞ്ഞാൽ റൈറ്റ്, ബോട്ടം, വിഡ്ത്ത്, ഹൈറ്റ്, ലെഫ്റ്റ്, ടോപ്പ്. ഇതിൽ തന്നെ ടോപ്പ് ഹൈറ്റ്, ബോട്ടം ഇതെല്ലാം വെർട്ടിക്കൽ ആക്സിസിലാണ്. ഓക്കെ, ദെൻ ലെഫ്റ്റ്, വിഡ്ത്ത്, റൈറ്റ്, റൈറ്റ്, വിഡ്ത്ത്, ലെഫ്റ്റ് ഇത് നമുക്ക് ഹൊറിസോണ്ടൽ ആക്സിസിലാണ് മൂവ്മെന്റ്. ഓക്കെ, അപ്പൊ ഇതിന് നമ്മൾ വാല്യൂസ് കൊടുക്കുമ്പോൾ അതിനനുസരിച്ച് നമ്മുടെ കണ്ടെയ്നേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യും. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ അതെല്ലാം എക്സാമ്പിൾസ് വെച്ചിട്ട് ക്ലിയർ ചെയ്യുക. ഞാൻ ഇവിടെ ബോട്ടം 0 കൊടുത്തു. അപ്പൊ ബോട്ടം 0 ആയപ്പോൾ നമുക്ക് ഡിഫോൾട്ട് ആയിട്ട് അവിടെ എന്താ വന്നത്? റൈറ്റിൽ നിന്ന് ലെഫ്റ്റ് നിന്നും ഈക്വൽ ആയിട്ടാണ് വന്നത്. അപ്പൊ ഇനി നമ്മൾ അവിടെ സ്പെസിഫൈ ചെയ്യാണ് എന്ത്? ലെഫ്റ്റ് 0, അപ്പോൾ ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്യും. ഇവിടെ അല്ലെങ്കിൽ റൈറ്റ് 0 എന്ന് പറഞ്ഞ് മെൻഷൻ ചെയ്ത റൈറ്റിലോട്ട് മൂവ് ചെയ്യും. ഓക്കെ, അപ്പൊ സ്റ്റാക്കിന്റെ കേസിൽ അതാണ് പറയാനുള്ളത്. ദെൻ സ്റ്റാക്കിൽ അലൈൻമെന്റ് എന്ന് പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഫിറ്റ് പറഞ്ഞ പ്രോപ്പർട്ടി ഉണ്ട്. ഫിറ്റിൽ നമ്മൾ സ്റ്റാക്ക് ഫിറ്റ് ലൂസ് പറഞ്ഞാൽ നമ്മൾ കണ്ടെയ്നറിന് എന്താണോ ഹൈറ്റും വിഡ്ത്തും കൊടുത്തിട്ടുള്ളത് അതിനനുസരിച്ച് അത് പ്ലേസ് ചെയ്യും. ദെൻ ലൂസിന്റെ പകരം നമുക്ക് എക്സ്പാൻഡീവ് പറഞ്ഞൊരു പ്രോപ്പർട്ടി ഉണ്ട്. എക്സ്പാൻഡീവ് പറഞ്ഞ പ്രോപ്പർട്ടി മാക്സിമം സൈസ് അവിടെ നമുക്ക് എത്രയാണോ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് അത് മുഴുവനായിട്ട് അതെടുക്കും. ഓക്കെ, ലൂസ് പറഞ്ഞാൽ നമ്മൾ കൊടുത്ത ഹൈറ്റും വിഡ്ത്തിനും അനുസരിച്ച് അത് പ്ലേസ് ചെയ്യും. എക്സ്പാൻഡീവ് പറഞ്ഞ പ്രോപ്പർട്ടി നോക്കുകയാണെങ്കിൽ, അതായത് ഫിറ്റിന്റെ എക്സ്പാൻഡീവ് പറഞ്ഞ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് മാക്സിമം എടുക്കും. ഇവിടെ എന്തുകൊണ്ടാണ് ഈ പിങ്ക് കണ്ടെയ്നർ ഇവിടെ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ടുള്ളത്? ബിക്കോസ് നമ്മൾ അതിന് പൊസിഷൻഡ് പറഞ്ഞ വിഡ്ജറ്റിന്റെ അകത്താണ് അത് കൊടുത്തിട്ടുള്ളത്. കാരണം നമ്മൾ അത് അവിടെ സ്റ്റിക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതായത് ബോട്ടത്തിൽ നിന്ന് 0 ലെഫ്റ്റിൽ നിന്ന് 0 എന്ന് പറഞ്ഞിട്ടുള്ള നമ്മൾ അവിടെ 2 റൂൾസ് കൊടുത്തിട്ട് അത് അവിടെ തന്നെ നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ക്ലിയർ ആയില്ലേ? ഇനി ഈ ഒരു പൊസിഷൻഡ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി നമുക്ക് റിമൂവ് ചെയ്താലോ? ദെൻ ഒന്ന് റൺ ചെയ്ത് നോക്കിയാൽ അത് മാക്സിമം അതിന്റെ സൈസ് എടുക്കും. അപ്പോൾ സ്റ്റാക്ക് പറഞ്ഞ വിഡ്ജറ്റ് ക്ലിയർ ആയെന്ന് കരുതുന്നു. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.